ഹലോ എവറി വൺ വേൾഡ് പൊളിറ്റിക്സിന്റെ പുതിയൊരു ചാപ്റ്റർ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ നമ്മുടെ പുതിയ ചാപ്റ്റർ തുടങ്ങാണ്. സോ ടുഡേ വിൽ ബി ഡീലിംഗ് വിത്ത് ചാപ്റ്റർ 6 ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? നമ്മൾ സെക്കൻഡ് വേൾഡ് വാറിന്റെ എൻഡ് കണ്ടു. അതോടൊപ്പം തന്നെ നമ്മൾ വളർന്നു വന്ന പുതിയൊരു ട്രെൻഡായ ബൈപോളാരിറ്റി, ദ ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്ന രണ്ട് ആക്ടേഴ്സ് മാത്രമായി വരുന്ന സൂപ്പർ പവേഴ്സ് ആയിട്ടുള്ള US-ഉം USSR-ഉം തമ്മിലുള്ള ഒരു സോഫ്റ്റ് യുദ്ധം, ഒരു കോൾഡ് വാർ നമ്മൾ കണ്ടു. അതായത് വേൾഡ് വാർ ഫസ്റ്റും ടൂവും, ഒന്നാമത്തെ വേൾഡ് വാറും രണ്ടാമത്തെ ലോക മഹായുദ്ധവും പോലെയല്ല, മറിച്ച് ആയുധങ്ങളോ നേരിട്ടുള്ള ആക്രമണമോ ഇല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ഹാർഡ് രീതിയിലല്ലാതെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് എനിമോസിറ്റി അല്ലെങ്കിൽ ഒരു വാറായിരുന്നു നമ്മൾ കോൾഡ് വാറിൽ കണ്ടത്. അതിനുശേഷം നമ്മൾ പുതിയൊരു ചാപ്റ്ററിൽ നമ്മൾ ഡിസിന്റഗ്രേഷൻ ഓഫ് USSR കണ്ടു. ബൈപോളാർ വേൾഡിൽ നിന്ന് യൂണിപോളാർ വേൾഡിലേക്കുള്ള ട്രാൻസിഷൻ നമ്മൾ കണ്ടു. അതിനുശേഷം സൂപ്പർ പവർ ആയിട്ട് അമേരിക്ക വളർന്നു വരുന്നതും അവർ മാത്രമായുള്ള ഒരു യൂണിപോളാർ വേൾഡ്, ഒരു യൂണിപോളാർ ട്രെൻഡ് നമ്മുടെ ഗ്ലോബൽ പൊളിറ്റിക്സിൽ സ്ഥാപിക്കുന്നതായിട്ട് നമ്മൾ കാണുകയും ചെയ്തു. ഇനി അതിനെതിരായിട്ട് ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ നമ്മൾ കണ്ടു. അതായത് ഏഷ്യ, അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ പോലുള്ള നമ്മുടെ ആസിയാൻ, നമ്മുടെ ഇത് രണ്ടിലും കൂടാതെ നമ്മുടെ നാം, അങ്ങനെ കുറെ ഇതിന് ചാലഞ്ചസ് ആയിട്ട് കുറെ യൂണിയൻസും കുറെ കൺട്രീസും ചൈന പോലുള്ള വളർന്നു വരുന്ന മോസ്റ്റ് എന്താ പറയാ ഗ്രോയിങ് പവേഴ്സ് എന്ന് വളർന്നു വരുന്ന കുറെ കൺട്രീസിനെ നമ്മൾ കണ്ടു, യൂണിയൻസിനെ കണ്ടു. സോ മൊത്തത്തിൽ എന്താ പറയാ, അമേരിക്ക നമ്മുടെ ട്രെൻഡിൽ നമുക്കൊരു മൾട്ടി പോളാർ വേൾഡ് ആണ് നമുക്ക് വേണ്ടത്. ഇന്ത്യ പോലുള്ള കുറെ കൺട്രീസ് അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതായത് ഒരൊറ്റ ആളായിട്ട് ഭരിക്കുന്ന ഒരു അതോറിറ്റേറ്റീവ് ഗ്ലോബൽ പൊളിറ്റിക്സ് നമുക്ക് താല്പര്യമില്ല. അതെല്ലാം നമ്മുടെ ലോകത്തിന് വേണ്ടതെന്ന് നമ്മൾ വിശ്വസിക്കുകയും അത് മാറ്റാനായിട്ട് ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ എന്ന ലെസൺസിൽ നമ്മൾ കണ്ടു. വളർന്നു വരുന്ന ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് എന്താണെന്നുള്ളതൊക്കെ. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പഠിച്ച ലെസൺസ് എല്ലാം ഒരു എന്താ പറയാ ഭയങ്കര ലിങ്ക്ഡ് ആണ്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോഴും അങ്ങനെ തന്നെ ലിങ്ക് ചെയ്ത് പഠിക്കാം. ഒരു ടൈം ലൈൻ പോലെ നോക്കി പോവാ, ഡേറ്റ്സ് ഒക്കെ തെറ്റാതെ നോക്കാം, മനസ്സിലാക്കി പഠിക്കാം. സോ ഇറ്റ് വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് എന്താ പറയാ കോൺസെപ്റ്റ്സ് ഒക്കെ വളരെ ക്ലിയർ ആയിരിക്കും. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പവേഴ്സ്, അതായത് ഈ ലോകം മൊത്തം കീഴടക്കാന്നല്ല, ഭരിക്കുന്ന നമ്മുടെ അമേരിക്ക പോലുള്ള പവറുകളെ എങ്ങനെ എന്താ പറയാ എങ്ങനെ ആ ഒരു സോൾ പവറിന്റെ അതോറിറ്റേറ്റീവ് വലങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ മാറി ചിന്തിക്കാം. അല്ലെങ്കിൽ ഈ ഒന്നാം ലോക മഹായുദ്ധം അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം പോലെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ഇനി ഈ ലോകം കടന്നു ചെല്ലാതിരിക്കാൻ വേണ്ടി കുറെ എന്താ പറയാ കുറെ യൂണിയൻസ് അല്ലെങ്കിൽ കുറെ ഓർഗനൈസേഷൻസ് ഫോം ചെയ്യുകയാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി, ഇനി ഒരു വേൾഡ് വാർ താങ്ങാനുള്ള ശക്തി ഈ ലോകത്തിനില്ല, അതിന്റെ ആവശ്യം തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കി കുറെ ഓർഗനൈസേഷൻസ് മുന്നോട്ട് വരികയും, അതുപോലെ തന്നെ അത് മാത്രല്ല, യുദ്ധം മാത്രല്ല കേട്ടോ, മറിച്ച് ഈ ഡെവലപ്മെന്റ് പദ്ധതികൾ, ഈ യുദ്ധം ഉണ്ടാവാനും ഈ അനിമോസിറ്റി ഉണ്ടാവാനും അല്ലെങ്കിൽ മനുഷ്യർക്ക് ഇടയിൽ തൃപ്തിക്കുറവ് ഉണ്ടാവാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ ഇക്കണോമിക് ഡിസ്പാരിറ്റി അല്ലെങ്കിൽ പോവേർട്ടി, ഡിസീസസ്, ഇതൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു രാജ്യം മാത്രം വിചാരിച്ചാൽ പോരാ, പക്ഷെ മറിച്ച് ഈ ലോകത്തിലെ നമ്മളെല്ലാവരും ഒന്നിച്ച് ചിന്തിച്ച് ഒരേ ദിശയിലേക്ക് ചിന്തിക്കണം എന്നുള്ള ഒരു ആശയം മനസ്സിലാക്കുകയും അതിനോട് സംബന്ധിച്ച് ഇന്റർനാഷണലി, അതായത് ഒരു രാജ്യത്തല്ല മറിച്ച് ഈ ലോകത്തുള്ള പല രാജ്യങ്ങളും ചേർന്ന് കുറെ ഓർഗനൈസേഷൻസ് ഉണ്ടാക്കുകയാണ് പല കാരണങ്ങൾക്കായിട്ട്. UN പോലുള്ളത് എന്താ പറയാ വാർ, അതേപോലെ തന്നെ ഇന്റർ സ്റ്റേറ്റ് കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോൺഫ്ലിക്ട്സ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, WHO ഹെൽത്തിന് വേണ്ടിയിട്ട്, ചിൽഡ്രൻസിന് വേണ്ടിയിട്ട്, കുട്ടികൾക്ക്, മൈനോറിറ്റീസ്, ഹ്യൂമൻ റൈറ്റ്സ്, പിന്നെന്താ എക്കണോമിക് ആയിട്ട്, അങ്ങനെ കുറെ എന്താ പറയാ ഡയമെൻഷൻസിൽ ആ കാര്യങ്ങളൊക്കെ ലോകത്തിലെ എല്ലാവർക്കും, എല്ലാ രാജ്യങ്ങൾക്കും, എസ്പെഷ്യലി തേർഡ് വേൾഡ് കൺട്രീസിലെ താഴ്ന്നു കിടക്കുന്ന രാജ്യങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഉയർന്നു വരാനായിട്ട്
അവർ മാത്രം വിചാരിച്ച പോലെ, പക്ഷെ നമ്മൾ എല്ലാവരും കൂടി വിചാരിക്കണം എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ച് വരുന്ന കുറെ ഓർഗനൈസേഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ദി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. അങ്ങനെയുള്ള കുറെ ഓർഗനൈസേഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്, എസ്പെഷ്യലി UN, യുണൈറ്റഡ് നേഷൻസ്. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ വാർ, ഹങ്കർ, ഹ്യൂമൻ റൈറ്റ്സ്, എക്കണോമിക് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ, ഇതെല്ലാം തന്നെ ഈ UN പെടുന്നു എന്നുള്ളതാണ് UN ഈ എല്ലാ ഇന്റർനാഷണൽ ഓർഗനൈസേഷനിലും ഏറ്റവും ഫേമസ് അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലർ ആവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. സോ ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആയിരിക്കും, എസ്പെഷ്യലി നമ്മുടെ UN. ഓക്കെ, അപ്പോ സോവിയറ്റ് യൂണിയന്റെ കൊളാപ്സിലൂടെയാണ് ഈ റോൾ ഓഫ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് കൂടി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം നമുക്ക് ആ സമയത്ത് കാണാൻ സാധിക്കും നമ്മുടെ ഇന്റർനാഷണൽ എന്താ പറയുക ഗ്ലോബൽ പൊളിറ്റിക്സിൽ തന്നെ നമ്മൾ പറഞ്ഞ പോലെ അമേരിക്ക വരികയും അതേപോലെ തന്നെ വരുന്ന കുറെ മാറ്റങ്ങൾക്കൊക്കെ കോപ്പ് അപ്പ് ചെയ്യാനായിട്ട്, അതേപോലെ തന്നെ ന്യൂ ചാലഞ്ചസ്, ഈ എൻവയോൺമെന്റ് പോലുള്ള ചലഞ്ചസ് ഒക്കെ നമുക്ക് എങ്ങനെ നേരിടാം, അതൊറ്റയ്ക്ക് ഇപ്പോ ഇന്ത്യ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് തടയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതിനൊക്കെ ഒരു കൂട്ടമായ ഒരു പ്രയത്നം തന്നെ വേണം. അതൊക്കെ മനസ്സിലാക്കി അതിന് വേണ്ടി വരുന്ന ആ സമയങ്ങളിലാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയാ ഭയങ്കര കൊടുന്തീ പിടിച്ച് നിൽക്കുന്ന സമയം. ഇപ്പോഴും ഉണ്ട്, പക്ഷെ തുടക്കം അപ്പോഴായിരുന്നു. സോ ആ സമയത്താണ് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കുറച്ച് യുണൈറ്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാം എന്ന് വിചാരിച്ച് വരുന്നതാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്. അത് മാത്രമല്ല ഈ ലെസണിൽ നമ്മൾ ഇന്ത്യ UN ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ്, നമ്മള് UNന്റെ റിഫോംസിനെ പറ്റി നമ്മൾ ഈ ലെസണിൽ പഠിക്കും. അതിൽ ഇന്ത്യക്കുള്ള സ്റ്റാൻഡ് എന്താണ്, ആർ വി സപ്പോർട്ടിങ് ഇറ്റ്, നമുക്ക് എന്തൊക്കെ റിഫോംസ് നമുക്ക് താല്പര്യമുണ്ട് UN വരാൻ, ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ഒരു ലോഗോയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ലോഗോ. ഞാൻ പറഞ്ഞ പോലെ പിക്ചർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഞാനൊക്കെ എക്സാം എഴുതിയപ്പോൾ വന്നിട്ടുണ്ട്. സോ വരാൻ ചാൻസ് ഉണ്ട്. ഏത് പിക്ചർ വരാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എല്ലാ പിക്ചറും പഠിച്ചു വെക്കണം. അത് മാത്രമല്ല, ദിസ് ഇസ് ഓൾസോ ബേസിക് നോളേജ്. ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. സോ ഈ കാണുന്ന ലോഗോ എന്തിന്റെയാണ്? യുണൈറ്റഡ് നേഷൻസിന്റെ, UNന്റെ ലോഗോയാണ്. UNന്റെ ഫുൾ ഫോം ഒന്നും പഠിക്കണം എന്ന് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല, അതിലൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. യുണൈറ്റഡ് നേഷന്റെ ലോഗോയാണിത്. കളർ ബ്ലൂ കളറാണ്, മൊത്തത്തിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബ്ലൂ കളറിൽ. ഇത് നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ഇവിടെ നമുക്കൊരു വേൾഡിന്റെ മാപ്പ് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലെ? സോ ഇത് കാണിക്കുന്നത് വേൾഡ് ആണ്. കാരണം UN എന്ന് പറയുന്നത് ഒരു നേഷന്റെ ഓർഗനൈസേഷൻ ആണോ? അല്ല, അതൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. ഐ തിങ്ക് മോർ ദാൻ 170 എത്രയോ ഇൻഡിപെൻഡന്റ് രാജ്യങ്ങൾ എല്ലാവരും ഈ UNന്റെ കീഴിലുണ്ട്. സോ ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വരാം. ഇതിൽ എന്താണ് കാണിക്കുന്നത്? ഈ എംബ്ലത്തില് വേൾഡ് മാപ്പ് ഉണ്ട്. അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ വരെ കൊടുത്തിട്ടുണ്ട്. എംബ്ലം ഹാസ് എ വേൾഡ് മാപ്പ്. ഇപ്പൊ ഈ കാണുന്നത് വേൾഡ് മാപ്പ് ഉണ്ട് വിത്ത് ഒലീവ് ബ്രാഞ്ചസ് അറൌണ്ട് ഇറ്റ്. ഈ കാണുന്നത് എന്താണ്? ഇതാണ് ഒലീവ് ട്രീ. അതിന്റെ ബ്രാഞ്ചസ് ആണ് ഈ കാണുന്നത്. ഈ രണ്ട് സൈഡിലും ഈ എംബ്ലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ഒലീവ് മരത്തിന്റെ ബ്രാഞ്ചസ് ആണ്, ചില്ലങ്ങളാണ്. ഇതെന്തിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഈ ഒലീവ് പീസിന്റെ ചിത്രം കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഒരു പ്രാവ് ഒരു പച്ച ഇല ഇങ്ങനെ വായയിൽ ഇങ്ങനെ കടിച്ചു പിടിച്ചു പോകുന്നത്, അതും ഒലീവിന്റെ ഇതാണ്, ഇലയാണ്. അതിനർത്ഥം ഈ ദിസ് ഒലീവ് സിംപ്ലിഫൈസ് പീസ് ആണ് ഇത് സിംബോളിഫൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഈ യുണൈറ്റഡ് നേഷന്റെ വൺ ഓഫ് ദി മേജർ എന്താ പറയാ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു മെയിൻറ്റെയിൻ ആ ഗ്ലോബൽ പീസ്. ഇതാണ് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അവർ മാത്രമല്ല, മിക്ക കൺട്രീസും മിക്ക ഓർഗനൈസേഷൻസും ഫോളോ ചെയ്യുന്ന ഒരു മെയിൻ ഒബ്ജക്റ്റീവ് അത് തന്നെയാണ്. അതുകൊണ്ടാണ് അതിനെ സിംബോളിഫൈ ചെയ്യുന്ന ഒലീവ് ട്രീന്റെ ഇലകളുടെ ബ്രാഞ്ചസ്, അതിന്റെ ഗ്ലോബും അതിന്റെ ചുറ്റിലും ഒലീവിന്റെ ഇലകളും കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് UNന്റെ ലോഗോ. അതിൽ വേൾഡിന്റെ മാപ്പും ഉണ്ട്. വേൾഡ് ഒരു ഗ്ലോബൽ പീസ് ഉള്ള ഒരു സ്ഥലമായിരിക്കണം എന്ന് സിംബോളിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ ഒലീവ് ബ്രാഞ്ചസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഈ ചാപ്റ്റർ കടക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഇൻട്രോയിൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഇസ്രായേലിന്റെ ഒരു അറ്റാക്കാണ്. ഇസ്രായേലിൽ നടക്കുന്ന അറ്റാക്ക്. ഇപ്പോഴും നമുക്കറിയാം പാലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂസ് ഒക്കെ. അപ്പൊ അതും ആ സമയത്തിലോട്ട് നമുക്കൊന്ന് കാണാം. ഡ്യൂറിങ് ജൂൺ 2006, നമുക്ക് കാലഘട്ടപ്പോഴാണ് 2006 കേട്ടോ, ഇസ്രായേൽ അറ്റാക്ക് ലെബനൻ എവിടെയാ? മാപ്പ് ഒക്കെ എടുത്ത് നോക്കിക്കോ, ചുറ്റുള്ള രാജ്യങ്ങൾ തന്നെയാണ്, അറബ് കൺട്രീസിന്റെ അവിടെ. ലെബനനിൽ ആരെ അറ്റാക്ക് ചെയ്യാണ്? ഇസ്രായേൽ അറ്റാക്ക് ചെയ്യാണ്. സെയിങ് ദാറ്റ് ഇറ്റ് വാസ് നെസസറി ടു കൺട്രോൾ ദ മിലിറ്റന്റ് ഗ്രൂപ്പ് കോൾ ഹെസ്ബോല. Large number of civilians were killed and many public buildings and even residential areas came under Israel bombardment. The UN passed a resolution on this
ഓൺ ദിസ് ഓൺലി ഇൻ ഓഗസ്റ്റ്. ഇത് എപ്പോഴാണ് നടക്കുന്നത്? ജൂൺ 2006 ഇത് നടക്കുന്നത്. ഇസ്രായേൽ ആരത്തൊക്കെയാണ്? ലെബനനിൽ. നമുക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്ന കൺട്രി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ആ ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ പാലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നത്. സോ ഇസ്രായേൽ എങ്ങനെയാ ഫോം ചെയ്തത്? സോ അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് തിരിച്ച് ആൾക്കാര്. കാരണം എവ്രിവൺ ടെൻഡ് ടു ബിലീവ് ദാറ്റ് ദേ ആർ മൈഗ്രേറ്റഡ് പീപ്പിൾ ആണ്. അവിടെ പാലസ്തീൻ അവർ കീഴടക്കി. അത് തിരിച്ച് കൈയടക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നു. അപ്പൊ അവരവരുടെ പുതിയ രാജ്യം എന്താ പറയാ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെ അറ്റാക്ക് ചെയ്യുന്നവരെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. അതാണ് ഇവിടെ കാണുന്നത് ലെബനൻ. ഇവർ പറയുന്നത് അവിടെ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് ഉണ്ട്, ഹെസ്ബോള എന്ന് പറയുന്നത്. പേര് സൂക്ഷിച്ചു വെച്ചോ, വരാം ചോദ്യമായിട്ട്. അപ്പോ ഇവിടുത്തെ മിലിറ്റന്റ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നതിന് അത്യാവശ്യമായിരുന്നു ഈ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവർ ജസ്റ്റിഫൈ ചെയ്തത്. ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല വാർ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അതിനാണ് നമ്മൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പീസ് നേടാനുള്ള വഴി വാറിലൂടെയല്ല, മറിച്ച് നമുക്ക് എല്ലാവർക്കും നല്ല വിവേകമുണ്ട്, വിജ്ഞാനമുണ്ട്. വി ആർ റാഷണൽ ഹ്യൂമൻ ബീങ്സ് അല്ലെ? സോ ദ ഹോൾ ഒബ്ജക്റ്റീവ് ഓഫ് UN വാസ് ടു അവോയ്ഡ് ദീസ് കൈൻഡ് ഓഫ് അറ്റാക്ക്. പീസ് അല്ലെങ്കിൽ ഇതൊക്കെ കൺട്രോൾ ചെയ്യേണ്ടത് വാറിലൂടെ അല്ല, മറിച്ച് നമുക്ക് ടേബിളിലിരുന്ന് ഡിസ്കഷൻസ്, എത്ര നീളുന്ന ഡിസ്കഷൻ ആയാലും ഡിസ്കസ് ചെയ്ത് നമുക്കൊരു ട്രൂസിൽ എത്താം എന്നുള്ളതായിരുന്നു അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് കൂടെ കാണാൻ സാധിക്കും ദേ ആർ ഫെയിലിംഗ് ഇൻ ഇറ്റ്. ജൂൺ 2006 ജൂണിലാണ് ഈ അറ്റാക്ക് നടക്കുന്നതെങ്കിൽ ഈ UN റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നത് ഓഗസ്റ്റിലാണ്. ആൻഡ് ഇസ്രായേൽ ആർമി വിത്ഡ്രൂ ഫ്രം ദ റീജിയൻ ഓൺലി ഇൻ ഒക്ടോബർ. ഒക്ടോബറിൽ മാത്രമാണ് ലെബനനിൽ നിന്ന് ഇസ്രായേലിന്റെ ആർമിയെ തിരിച്ചു അയക്കാനായിട്ട് ആർക്ക് സാധിച്ചുള്ളൂ? നമ്മുടെ UN സാധിച്ചുള്ളൂ. Both these cartoons comment on the role of UN and its Secretary General in this episode. Okay. So നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇൻഎഫക്റ്റീവ്നെസ് ആണ്. ഈ UNന്റെ ഇൻഎഫക്റ്റീവ്നെസ് ആണ് നമുക്ക് ഈ ഇസ്രായേൽ അറ്റാക്ക്, ലെബനനിലെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്ന ഈ എപ്പിസോഡിൽ UNന്റെ പ്രതികരണത്തെ തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ലെബനൻ ക്രൈസിസ് 2006 ഈ വാർ തടയുക എന്നതാണ് ഇവരുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ അവർ വീഴ്ച പറ്റുകയാണ്. തടയാൻ സാധിച്ചു, പക്ഷെ അതിന് വലിയൊരു വില കൊടുക്കേണ്ടി വന്നു. കുറെ സിവിലിയൻസിന്റെയും കുറെ ആൾക്കാരുടെയും ജീവനും എന്താ പറയാ ഹെൽത്തും ഒക്കെ നമുക്ക് അതിന് കോസ്റ്റ് ആയിട്ട് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. ഓക്കെ, ഇനി അവർ പറയുന്നത്, ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ 2 കോട്ട്സ് തന്നിട്ടുണ്ട്. കോട്ട്സ് എന്ന് പറയാൻ പറ്റില്ല, ശശി തരൂരിന്റെ ഒരു സ്പീച്ചിന്റെ ഒരു ഭാഗം തന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ UNന്റെ സെക്കൻഡ് സെക്രട്ടറി ജനറൽ ആയ ഡാഗിന്റെയും ഒരു saying തന്നിട്ടുണ്ട്. The United Nations was not created to take humanity to heaven but to save it from hell. ഇതാരാ ചോദിച്ചതെന്ന് പറഞ്ഞിട്ട് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. സോ നോക്കി വെച്ചു, പുള്ളിക്കാരനായിരുന്നു സെക്കൻഡ് സെക്രട്ടറി ജനറൽ. ഓക്കെ, അങ്ങനെയും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ആരായിരുന്നു സെക്കൻഡ് സെക്രട്ടറി ജനറൽ ഓഫ് UN എന്ന് വരാനായിട്ട്. അപ്പൊ ഈ കോട്ട് തന്നിട്ട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് സെക്കൻഡ് സെക്രട്ടറി ജനറൽ ആരാന്ന് പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കാം. ഇനി രണ്ടാമത് ശശി തരൂറിന്റെ ഒരു സ്പീച്ചിന്റെ ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത്. ടോക്കിംഗ് ഷോപ്പ്, yes, there are a lot of speeches and meetings at the UN, especially during the annual sessions of the General Assembly. But as Churchill put it, Joe is better than war. അതായത് വാറും ഒരു വാറിനെ തടയാനായിട്ട് മറ്റൊരു വാർ ചേർന്ന് പീസ് തേടുന്നതിനേക്കാളും നല്ലത് ഒരാൾ സംസാരിച്ച് മറുപടി നൽകി സംസാരിച്ച് ജോ ടു ജോ ഇസ് ബെറ്റർ ദാൻ വാർ ടു വാർ. അതാണ് ശശി തരൂർ പറഞ്ഞത്. ആര് പറഞ്ഞതാണ്? വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞ ഒരു വാചകം പുള്ളിക്കാരൻ നോട്ട് ചെയ്യാണ് അവിടെ. Countries in the world can get together, bore each other sometimes with their words rather than bore holes into each other in battlefields. യുദ്ധത്തിന് പോയിട്ട് മനുഷ്യരുടെ നെഞ്ചത്ത് വെടിയുണ്ട ചേർക്കുന്നതിനും നല്ലതാണ് വാക്ക് തർക്കം. അതിലൂടെ പീസ് നേടുന്നത്. ദാറ്റ് ഈസ് ദി ബെസ്റ്റ് കോസ്റ്റ് ദാറ്റ് വി ക്യാൻ ഗീവ്. ഈ വാക്ക് തർക്കമാണ്, അല്ലാതെ ഒരാളുടെ ജീവൻ എടുത്തിട്ടല്ല എന്നാണ് നമ്മൾ ശശി തരൂർ ഇവിടെ പറയുന്നത്. ഇതും തന്നിട്ട് ആരാണ് ടോക്കിംഗ് ഷോപ്പായിട്ട് UN ഡിനോട്ട് ചെയ്തത്, ഏത് MP ആണ് എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതാരാണ്? ശശി തരൂർ ആണ്. നോക്കിക്കോളാം, അത് കുറച്ച് വലുതാണ്, അതാണ് ഞാൻ സ്ലൈഡിൽ കൊടുക്കാത്തത്. ഞാൻ നോട്ട്സിൽ എന്തായാലും നോട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ 2 നോട്ടിങ്സ് തന്നിട്ടുണ്ട്. രണ്ടും ആരാണ് പറഞ്ഞതെന്ന് നോക്കാം. ഓക്കെ, ഇനി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഹെൽപ്പ് വിത്ത് ദ മാറ്റർ ഓഫ് വാർ ആൻഡ് പീസ്. വാറും പീസിനെയും മാറ്റേഴ്സ് ആണ് മെയിൻലി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ നോക്കാം. ദേ ഓൾസോ ഹെൽപ്പ് കൺട്രീസ് കോപ്പറേറ്റ് ടു മേക്ക് ബെറ്റർ ലിവിംഗ് കണ്ടീഷൻ ഫോർ ഓൾ ഓഫ് us. എല്ലാവരും കൂടെയുള്ള ഒരു കോർപ്പറേഷൻ.
for a better world and better living. An international organization can help produce information and ideas about how to cooperate. എങ്ങനെ ഈ ലോകത്തുള്ള ഇത്രയും രാജ്യങ്ങൾക്ക് ഒരുമിച്ച് വന്ന് കോർപ്പറേറ്റ് ചെയ്യാം, അതിനുള്ള മാർഗങ്ങൾ എന്താണ്, എങ്ങനെയൊക്കെ ചെയ്യാം, അതിനുള്ള ഐഡിയാസ്, അതിനുള്ള വേസ്, ഇതൊക്കെ ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. It can provide mechanism, rules and bureaucracy to help members have more confidence that cost will be shared properly, that the benefits will be fairly divided, and that once a member joins an agreement, it will honor the terms and conditions of the agreement. ഇവിടെ എന്താ പറയുന്നത്? ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു മെക്കാനിസം ഉണ്ടാക്കാം, അവർക്കൊരു റൂൾ ഉണ്ടാക്കാം, ഒരു ബ്യൂറോക്രസി നിർമ്മിക്കാം. ഇത് മാത്രമല്ല, ഈ പീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വില കൊടുക്കേണ്ടി വരും. ആ വില എന്താണ്? ഇപ്പൊ നമ്മൾ ഗ്ലോബൽ വാർമിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, ഇപ്പൊ പറയാണ് ചില ഗ്യാസസ് ഉണ്ട്, ഇതൊന്നും നമ്മളിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല, പ്രൊഹിബിറ്റ് ചെയ്യാന്ന് വിചാരിക്കും. ഇത് മെയിൻലി വരുന്നത് ഇൻഡസ്ട്രിയിൽ നിന്നായിരിക്കും. സോ ഈ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല, ഇതിന്റെ നിർത്തലാക്കണം എന്ന് പറയുമ്പോൾ ആ ഇൻഡസ്ട്രി ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. അപ്പൊ പ്രൊഡക്ഷൻ കുറയും. സോ ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിക്ക് ഇത് ചെയ്യാം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. കാരണം ബിക്കോസ് ദേ ഹാവ് ഓൾറെഡി റീച്ച് ദി ബ്രിം ഓഫ് ഡെവലപ്മെന്റ് അല്ലേ. പക്ഷെ ഒരു ഡെവലപ്പിംഗ് ആയിട്ട് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിക്ക് ദിസ് വിൽ കോസ്റ്റ് എ ലോട്ട്, ബിക്കോസ് ഇത് അവരെ ഇക്കണോമിക്കലി വളരെയധികം എഫക്ട് ചെയ്യും അല്ലെ. സോ അവരുടെ ഇക്കണോമിക് ഡെവലപ്മെന്റ് കുറയും, അവർക്ക് അതിൽ കുറെ നഷ്ടങ്ങൾ വരും. അത് അവർക്ക് എന്താ പറയാ നേരിടാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. ഒരു ഡെവലപ്ഡ് കൺട്രിക്ക് അത് ഓക്കെ ആയിരിക്കും, പക്ഷെ അല്ലെങ്കിൽ ഒരു അണ്ടർ ഡെവലപ്ഡ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രിക്ക് അതൊരു എന്താ പറയാ അതൊരു വലിയൊരു ചാലഞ്ച് തന്നെയാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് കോസ്റ്റ്, ഈ കോസ്റ്റ് ഫെയർലി ആയിരിക്കണം, ഈക്വൽ എന്നല്ല പറയുന്നത്. സോ ആ ഒരു എന്താ നമ്മുടെ ഈ റിസർവേഷൻ പോലെയുള്ളത് ഫെയർ ആയിരിക്കും, ഈക്വൽ ആയിരിക്കരുത്. സോ അതൊക്കെ നിർണ്ണയിക്കാനുള്ള ഒരു വേദിയും കൂടിയാണ് ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് പറയുന്നത്. അതുപോലെ തന്നെ ബെനിഫിറ്റും ഫെയർലി ആയിരിക്കണം ഡിവൈഡ് ചെയ്യേണ്ടത്. ഈക്വൽ എപ്പോഴും ഇക്വിറ്റിയും ഇക്വാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് അതാണല്ലോ, ഫെയർ ആൻഡ് ജസ്റ്റ്. അതുപോലെ തന്നെ ഒരു മെമ്പർ ഒരു അഗ്രിമെന്റിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറയാണ് എയും ബിയും ഉണ്ട്, പേഴ്സൺ എയും പേഴ്സൺ ബിയും ഉണ്ട്, ഇവർ തമ്മിൽ തല്ലൂട്ടത്തിലായിരുന്നു. ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഇടപെട്ട് ഇവർ രണ്ടുപേരും ട്രൂസിലെത്തി, ഒരു അഗ്രിമെന്റ് ഒപ്പിട്ടു, ഇനി ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് അറ്റാക്ക് ചെയ്യില്ല. ഈ അഗ്രിമെന്റ് ഒപ്പിട്ടിട്ടും വേണമെങ്കിൽ ഇവർക്ക് അറ്റാക്ക് ചെയ്യാം അല്ലെ. പക്ഷെ അത് പറയാൻ വേണ്ടിയിട്ട് ഈ അഗ്രിമെന്റ് ഒപ്പിട്ടത് നിർബന്ധമായും രണ്ടു കൂട്ടരും ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതും ആരുടെ ഒരു ഡ്യൂട്ടിയാണ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്, അവർക്ക് അതിൽ വലിയൊരു പങ്കുണ്ട്. സോ ഇതൊക്കെയാണ് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന മെയിൻ ഓഫ് ദി കാര്യം. അതുകൊണ്ടാണ് വൈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, എന്തുകൊണ്ടാണ് നമുക്കൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, നമുക്ക് അവരുടെ ആവശ്യം എന്താന്നുള്ളതാണ് ഈ പറയുന്നതല്ല. ഓക്കെ, ഇത് മാത്രമല്ല നമ്മൾ ഇനി കുറെ കാര്യം നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻസ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലോബൽ വാർമിങ്, അത് മാത്രമല്ല എപ്പിഡമിക്സ്, നമ്മുടെ കൊറോണ വന്നു, അതേപോലെ തന്നെ നമ്മൾ കുറെ കോവിഡ് അതിന്റെ വേരിയേഷൻസ് കണ്ടു. ഇതേപോലെ നമ്മൾ അതല്ലാതെ നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ കൊറോണ മാത്രമല്ല, അതിന് മുൻപും കുറെ വൈറസുകൾ പുറം രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഇവിടേക്ക് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടും പോയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, സോ ഇങ്ങനത്തെ കുറെ എപ്പിഡമിക്സ് ആയാലും, എസ്പെഷ്യലി ഇപ്പൊ റീസെന്റ് ആയി നടന്നുകൊണ്ടാണ് ഞാൻ കൊറോണ പറയുന്നത്, അത് ചൈന മാത്രം വിചാരിച്ചാൽ തടയാൻ പറ്റൂ, ഇന്ത്യ മാത്രം വിചാരിച്ചാൽ തടയാൻ പറ്റൂ അല്ല. അതിന് നമ്മൾ എല്ലാരും കൂടി വിചാരിക്കണം, കുറെ കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് തീരുമാനിച്ച് അത് ഫോളോ ചെയ്യണം. സോ ഇതിനൊക്കെ എന്താ പറയാ വേണ്ടി ഒരു കോർപ്പറേഷൻ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് വളരെ ആവശ്യകരമാണ്. കാരണം ഈ ഡിസീസ്, ഗ്ലോബൽ വാർമിംഗ്, എൻവയോൺമെന്റൽ ഇഷ്യൂസ്, കുറെ ഇഷ്യൂസ് ഉണ്ട്, കുറെ ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറെ എന്താ പറയാ ഡേഞ്ചേഴ്സ് ഓഫ് ദി പ്രസന്റ് വേൾഡ്, ദ ഹസാർഡ്സ് ഇൻ ദി പ്രസന്റ് വേൾഡ്. അത് നമുക്ക് നേരിടാനായിട്ട് ഒറ്റയ്ക്ക് പറ്റില്ല. പക്ഷെ ഒരു കോർപ്പറേഷൻ ഓഫ് എല്ലാ കൺട്രീസിന്റെയും ആവശ്യകത വളരെയധികം കൂടുതലാണ്. സോ ഇത് നിലനിർത്താനായിട്ട്, ഈ കോർപ്പറേഷൻ അല്ലെങ്കിൽ ഈ യൂണിറ്റ് നിലനിർത്താനായിട്ട് നമുക്ക് ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ ആവശ്യകത ഉണ്ട്. ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ നോട്ട് എ സൂപ്പർ സ്റ്റേറ്റ് വിത്ത് അതോറിറ്റി ഓവർ ഇറ്റ്സ് മെമ്പേഴ്സ്. ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ അമേരിക്കയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഹെജുമണിക് പവറിൽ അമേരിക്കയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോ അമേരിക്ക തലപ്പത്ത് നിന്ന് ബാക്കി എല്ലാവരും എന്താ പറയാ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഒരു സ്റ്റേറ്റ് സൂപ്പർ പവർ ആയിട്ട് അവരുടെ കീഴിൽ ബാക്കിയുള്ള ലോകത്തിലെ എല്ലാ കൺട്രീസിനെയും ഇത് കോർപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതല്ല. ഒരു സ്റ്റേറ്റിനോ അല്ലെങ്കിൽ ഒരു കൺട്രിക്കോ ഇവിടെ അങ്ങനെ ഒരു മുൻഗണന ഇല്ല. മറിച്ച് അപ്പൊ അതാണ് പറയുന്നത്, ഒരു സൂപ്പർ സ്റ്റേറ്റ് അതോറിറ്റി അല്ല ഓവർ ദി അതർ മെമ്പേഴ്സ്. മറിച്ച്
എന്താ പറയാ, എല്ലാരും കൂടി ഒത്തുചേർന്ന് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് വിട്ട് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നു. അതിലേക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ആൾക്കാർ തെരഞ്ഞെടുക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഓർഗനൈസേഷൻസ് ആണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. മേ ബി അതിലുള്ള ഷെയർ പങ്ക് വഹിക്കുന്നത് ഇപ്പൊ അവരുടെ ബഡ്ജറ്റിലാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന, ഇപ്പൊ യു എല്ലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ട്. അതിനെ കുറച്ച് വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. അത് ഓഫ് കോഴ്സ് എല്ലാത്തിനും ഒരു ഹയറാർക്കി ആവശ്യം ആണല്ലോ. ബട്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഇസ് നോട്ട് എ സൂപ്പർ സ്റ്റേറ്റ് അതോറിറ്റി എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി as United States and allies emerged victorious, there was concerns amongst many governments and people that Western countries led by US would be so powerful that there would be no check against their wishes and desires. അപ്പൊ മൊത്തം കൺട്രീസിന് ഒരു ധാരണ ഉണ്ടായിരുന്നു നമ്മുടെ ഈ യൂണിപോളാർ വേൾഡിലേക്ക് നമ്മൾ സോവിയറ്റ് യൂണിയന്റെ ഡിസഇന്റഗ്രേഷനിൽ നിന്ന് വന്നപ്പോൾ. അതായത് യു എസ് പോലെയുള്ള കൺട്രീസ്, യു എസും വെസ്റ്റേൺ കൺട്രീസും കൂടി സോ പവർഫുൾ ആയിട്ട്, വളരെ പവർഫുൾ ആയിട്ട് വളരുകയാണെങ്കിൽ അവർക്ക് എതിരെ പറയാനായിട്ട് ആർക്കും ഒച്ച ഉണ്ടാവില്ല, ഒച്ച ഉയർത്താനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് വരാണെങ്കിൽ വളരെ നാശം നമ്മുടെ ഈ ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ അടുത്ത ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ തടയാൻ ഒരു കൺട്രിയുടെ അതോറിറ്റേറ്റീവ് പവർ അല്ലെങ്കിൽ മിസ്യൂസിങ്, അവരുടെ പവേഴ്സ് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ അതിനുള്ള പവർ ആർക്കുണ്ട്? ഇതേപോലെയുള്ള UN പോലുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. സോ അവർക്ക് മുൻപിലുള്ള ഒരു വലിയൊരു ചോദ്യമായിരുന്നു, ഇത്രയും ഡെവലപ്ഡ് ആയിട്ട് ഇത്രയും പവർഫുൾ ആയ US പോലുള്ള കൺട്രീസിനെയൊക്കെ നിലയ്ക്ക് നിർത്താനായിട്ട് ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷന് സാധിക്കുമോ എന്നുള്ളത്. അത് നമുക്ക് വഴിയെ കാണാൻ സാധിച്ചോ സാധിച്ചില്ലേ എന്നുള്ളത്.